ഹലോ നമസ്കാരം, ഗോപകുമാറാണ്. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രൊഡക്റ്റ് റിസർച്ച് ചെയ്യുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഞാൻ ഒരു അടിപൊളി മെത്തേഡ് പറഞ്ഞുതരാം. ഇതുവരെ ഞാൻ അങ്ങനത്തെ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവില്ല. ആൻഡ് നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് റീസെൻ്റ്ലി ലിസ്റ്റ് ചെയ്ത ആൾക്കാർ ആരൊക്കെയാണെന്ന് കണ്ടുപിടിക്കാം. അവരുടെ സെയിൽസ് നിങ്ങൾക്ക് നോക്കാം. ആ പ്രൊഡക്റ്റുകൾക്ക് അത്യാവശ്യം വോളിയം കിട്ടുന്നുണ്ടെങ്കിൽ അതേ ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് ഇൻസ്പയർ ആയിട്ട് ചെയ്യുന്നതിന് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആമസോണിലും ഫ്ലിപ്കാർട്ടിലും നമുക്കുണ്ട്. അപ്പോൾ ആമസോണിൽ എങ്ങനെയാണ് അത്തരത്തിലുള്ള പ്രൊഡക്റ്റ് കണ്ടെത്തുക, ഫ്ലിപ്കാർട്ടിൽ എങ്ങനെയാണ് അത്തരത്തിലുള്ള പ്രൊഡക്റ്റ് കണ്ടെത്തുക എന്നുള്ളത് ഞാൻ സ്റ്റെപ്പായിട്ട് പറയാം. ഒരു 5-6 മിനിറ്റ്സ് വീഡിയോ ഉണ്ടാകും. തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് റിസർച്ച് ചെയ്യാനുള്ള ഒരു അടിപൊളി ടൂള് നിങ്ങൾക്ക് സ്വന്തമായിട്ട് കിട്ടി. ആൻഡ് ഇറ്റ്സ് വെരി ഈസി. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആമസോൺ ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഞാൻ ആദ്യം ആമസോണിൻ്റെ കേസ് പറയാം. ഇവിടെ ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാം. ഓക്കെ, ഇപ്പം നിങ്ങൾക്കറിയാം പാചകവാതക പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾക്കൊക്കെ ഭയങ്കര ഡിമാൻഡ് ആയിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ ഒരു കീവേഡ് ആമസോണിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ സോർട്ട് ബൈ എന്ന് പറഞ്ഞ സെഗ്മെൻറ്റിൽ ഫീച്ചേർഡ് ആയിട്ട്, അതായത് ആമസോണിന് കോസ്റ്റ് റെക്കമെൻഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റായിരിക്കും കാണാൻ പറ്റുക. നമ്മൾ ഇതൊന്ന് എടുത്തിട്ട് ഇവിടെ ന്യൂവസ്റ്റ് അറൈവലിൽ നിന്ന് ക്ലിക്ക് ചെയ്യണം. ഈ ന്യൂവസ്റ്റ് അറൈവലിൽ നിന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് പുതുതായിട്ട് ഇവിടെ 16 ആംബിയറിൻ്റെ 2500 വാട്ട്സിൻ്റെ കേബിൾ, ഹെവി ഡ്യൂട്ടി കേബിൾ ഇപ്പോൾ ആമസോണിൽ സെല്ലാവുന്നുണ്ട്. ഇറ്റ്സ് വെരി കോസ്റ്റ്ലി. നല്ല ഹെവി പ്രൈസിലാണ് അതൊക്കെ പോകുന്നത്. ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ, അതേപോലെ തന്നെ മിൽക്ക് പോട്ട്, അതേപോലെ തന്നെ എന്താ പറയണ്ടേ 6 ലിറ്ററിൻ്റെ ബേസൻ, ഒരുപാട് പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതൊക്കെ റീസെൻ്റ്ലി ലിസ്റ്റ് ചെയ്തതാണ്. അപ്പം നിങ്ങൾക്കും തോന്നുകയാണ് ഓക്കെ ഈ പ്രൊഡക്റ്റുകൾ എൻ്റെ അടുത്തുണ്ട്, എനിക്ക് കുറച്ചും കൂടെ അഫോർഡബിൾ റേറ്റിൽ കൊടുക്കാൻ പറ്റും തോന്നുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അവിടെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇതേ സെയിം സംഭവം നമ്മൾ ഫ്ലിപ്കാർട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ ഞാൻ അതേപോലെ ഇൻഡക്ഷൻ സ്റ്റവ് അക്സസറീസ് സെർച്ച് ചെയ്യുന്ന സമയത്ത് എന്നെ ഒരുപാട് പ്രൊഡക്റ്റുകൾ കാണിക്കുന്നുണ്ട്. അപ്പം ഞാൻ എനിക്ക് ഇപ്പം സ്പോട്ടിൽ കുറച്ച് നാളായിട്ട് ലിസ്റ്റ് ചെയ്ത ആൾക്കാരെ കാണുന്നുണ്ടെങ്കിൽ ഇവിടെ ന്യൂവസ്റ്റ് ഫസ്റ്റ് എന്നുള്ള സെഗ്മെന്റ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ഓരോ പ്രൊഡക്റ്റിൻ്റെയും ഇപ്പോൾ ഇൻഡക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള അക്സസറീസിൻ്റെ പ്രൊഡക്റ്റുകളുടെ ഇപ്പം റീസെൻ്റ് ലിസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ പ്രൊഡക്റ്റുകളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പം ഓക്കെ ഈ പ്രൊഡക്റ്റ് ദിസ് ഈസ് ഫൈൻ, ഇത് ഇപ്പോൾ റീസെൻ്റ്ലി ലിസ്റ്റ് ചെയ്തതാണ്, എനിക്ക് ഇതിനകത്ത് ഇതേപോലത്തെ പ്രൊഡക്റ്റ് എൻ്റെ കയ്യിലുണ്ട് ആൻഡ് ഐ ക്യാൻ സെൽ ഇറ്റ് അറ്റ് ലോവർ പ്രൈസ്, അല്ലെങ്കിൽ എനിക്ക് ഇതിനെക്കുറിച്ചുള്ള കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റിൽ കൊടുക്കാൻ പറ്റും എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ഹാവ് എൻ ഓപ്ഷൻ ദർ. ഇങ്ങനെയാണ് നമ്മൾ ഈ ന്യൂവസ്റ്റ് ഫസ്റ്റ് ഇട്ടിട്ട്, ഇതിപ്പോൾ ഈ ഒരു കാറ്റഗറി മാത്രമല്ല. ഇപ്പം ഞാനിപ്പോൾ ഒരു വേറൊരു ടൈപ്പ് ഓഫ് കാർഡ് എടുക്കുകയാണ്. ഇപ്പം ഞാൻ കുർത്തി എന്ന് എടുക്കുകയാണ്, കുർത്ത സെറ്റ് ഫോർ വുമൺ എന്ന് എടുക്കുകയാണ്. ഇതിനകത്ത് വരുന്ന സമയത്തും ഇവിടെ ന്യൂവസ്റ്റ് ഫസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റീസെൻ്റ്ലി ടൈപ്പ് വന്നിട്ടുള്ള എല്ലാ മോഡൽസും കാണാൻ പറ്റും. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്, ഇപ്പോൾ കറൻ്റ്ലി ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന, ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന, ഇപ്പോൾ ആൾക്കാർ എത്ര റേറ്റ്, ഏത് റേറ്റിലാണ്, ഇപ്പം ഫ്ലിപ്കാർട്ട് നോക്കുകയാണെങ്കിൽ എല്ലാം ഒരു 400-500 റേഞ്ചിൽ തന്നെയാണ് ഏറ്റവും പുതിയ ആൾക്കാരൊക്കെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. നോട്ട് ഈവൻ 1000 റുപ്പീസിൻ്റെ മുകളിൽ ആരുമില്ല. ഇനി ആമസോണിൽ നിങ്ങൾക്ക് അതേപോലെ എന്ത് ചെയ്യും, ഇപ്പോൾ അതേ സെയിം സാധനം ഞാനിവിടെ ആമസോണിൽ എടുക്കുകയാണ്, കുർത്തി സെറ്റ് ഫോർ വുമൺ തന്നെ അടിച്ചു ആൻഡ് ഇവിടെ ഞാൻ ഫീച്ചേർഡ് മാറ്റിയിട്ട് ന്യൂവസ്റ്റ് അറൈവൽ കൊടുത്തു. സോ നൗ യു ഗെറ്റ് ദ പാറ്റേൺ. കണ്ടോ, ഏറ്റവും ടോപ്പായിട്ട് ലിസ്റ്റ് ചെയ്ത ആൾക്കാരുടെ എത്രയാണ് റേറ്റ്. ഇവിടെ ആമസോണിൽ 1500-1600 പ്രൊഡക്റ്റിലൊക്കെ റീസെൻ്റ്ലി പല ആൾക്കാരും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് യു ക്യാൻ ലുക്ക് ഇൻ ടു ദാറ്റ്. അപ്പോൾ ഇവിടെ റിവ്യൂ കിട്ടിയ പ്രൊഡക്റ്റ് ഏതാണ്, സെയിൽ കിട്ടിയ പ്രൊഡക്റ്റ് ഏതാണെന്നൊക്കെ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും. അവരെന്ത് ചെയ്യുന്നു, അതേപോലെ തന്നെ ആ ഒരു ബ്രാൻഡ് എന്തൊക്കെയാണ് മറ്റു പ്രൊഡക്റ്റുകൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്, അവർക്ക് റിവ്യൂസ് വന്നോ, അതേപോലത്തെ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് എത്ര രൂപ കിട്ടുന്നൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റും. ഇത് വളരെ എളുപ്പമുള്ള മെത്തേഡാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യേണ്ടതായിട്ടുള്ള മെത്തേഡാണ്.